ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം ഡി മണിയെ കേന്ദ്രീകരിച്ച് കഴിഞ്ഞ 6 വർഷത്തെ സാമ്പത്തിക വളർച്ച അമ്പരപ്പിക്കുന്നത്. മണിയെ വീണ്ടും ചോദ്യം ചെയ്യാൻ SIT അന്വേഷണം 2019 ദേവസ്വം ഭരണ സമിതി അംഗങ്ങളിലേക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുഖ്യമന്ത്രിയും ഒന്നിച്ചുള്ള ചിത്രം പങ്കുവച്ച N സുബ്രഹ്മണ്യനെ കസ്റ്റഡിയിലെടുത്തതിൽ പ്രതിഷേധം ശക്തം. പ്രതിപക്ഷത്തെ ഒതുക്കാനുള്ള ശ്രമമെന്ന് സുബ്രഹ്മണ്യൻ. കേസെടുത്ത് ഭയപ്പെടുത്താൻ നോക്കേണ്ടെന്ന് VD സതീശൻ. രാഷ്ട്രീയ പകപോക്കലാണെന്ന് രമേശ് ചെന്നിത്തല. സന്നിധാനം ഭക്തിസാന്ദ്രം. മണ്ഡലകാല തീർത്ഥാടനത്തിന് സമാപനം. തങ്കയങ്കി ചാർത്തിയ അയ്യനെ തൊഴുത് ഭക്തർ. മകരവിളക്ക് ഉത്സവത്തിനായി ഡിസംബർ 30 നട തുറക്കും. ശബരിമലയിൽ ഇക്കുറി റെക്കോർഡ് വരുമാനം. തദ്ദേശ സ്ഥാപനങ്ങളിൽ പുതിയ നേതൃത്വം. തൃശൂർ മറ്റത്തൂർ പഞ്ചായത്തിൽ ഓപ്പറേഷൻ താമര. 8 കോൺഗ്രസ് അംഗങ്ങളും രാജിവെച്ചു. പുത്തൻകുരിശിൽ 2020 പിന്തുണയോടെ UDF-ന് ഭരണം. തിരുവനന്തപുരം പാങ്ങോട് പഞ്ചായത്തിൽ UDF പ്രസിഡന്റും വൈസ് പ്രസിഡന്റും രാജിവെച്ചു. SDPI പിന്തുണയോടെ സ്ഥാനം വേണ്ടെന്ന് നിലപാട്. ബംഗ്ലാദേശിൽ ആഭ്യന്തര കലാപം രൂക്ഷം. സംഗീത പരിപാടിക്ക് നേരെ ആക്രമണം. പിന്നിൽ ജിഹാദിസ്റ്റുകളെന്ന് തസ്ലീമ നസ്രീൻ. ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണങ്ങൾ വിലയിരുത്തി ഇന്ത്യ. ആഷസ് 4ാം ടെസ്റ്റിൽ ഓസ്ട്രേലിയക്കെതിരെ ഇംഗ്ലണ്ടിന് 4 വിക്കറ്റ് ജയം. 14 വർഷത്തിന് ശേഷം മെൽബണിൽ ഓസീസിനെ വീഴ്ത്തി. 2 ദിവസം കൊണ്ട് തീർന്ന മത്സരത്തിന്റെ പിച്ചിനെ ചൊല്ലി വിവാദം.